കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും അങ്ങനെ വിവിധ തരത്തിലുള്ള കഥകൾ ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ കഥകൾ മാത്രമല്ല, കുറച്ച് അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അതുമൊക്കെ കേൾക്കാം. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് കടക്കുകയാണ്. ഇന്ന് ഞാൻ ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. വളരെ ചെറിയൊരു കഥ കേട്ടുകൊള്ളുക. പണ്ട് അറേബ്യയിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രസമില്ല. നമുക്ക് അദ്ദേഹത്തിനൊരു പേര് കൊടുക്കാം. അബ്ദുൾ വഹാബ് എന്നായിരുന്നു അയാളുടെ പേര്. അപ്പോൾ അയാൾക്ക് എന്തായിരുന്നു കച്ചവടം? എവിടെയായിരുന്നു അയാൾ കച്ചവടം ചെയ്യുന്നത്? അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇപ്പോൾ ഉയർന്നിട്ടുണ്ടാകും. അദ്ദേഹം ചന്തയിൽ പച്ചക്കറി വിൽക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. എന്നും രാവിലെ തൻ്റെ കഴുതപ്പുറത്ത് പച്ചക്കറികളുമായി അയാൾ ചന്തയിലെത്തും. ഉച്ചയാവുന്നതോടെ കച്ചവടം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ് പതിവ്. അതുവരെ കഴുത അങ്ങുമിങ്ങും മേഞ്ഞു നടക്കും. അങ്ങനെ അദ്ദേഹം കച്ചവടമൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന അങ്ങനൊരു കാലത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഒരു നാൾ കച്ചവടമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കാൻ നോക്കുമ്പോൾ അയാളുടെ കഴുതയെ കാണാനില്ല. ചന്ത മുഴുവൻ അയാൾ അരിച്ചു പെറുക്കി. എന്നാൽ ആ അന്വേഷണങ്ങളെല്ലാം വിഫലമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു പ്രയോജനവും ഉണ്ടായില്ല. എവിടെ ചെന്ന് ചോദിച്ചിട്ടും അല്ലെങ്കിൽ എവിടെ ചെന്ന് നോക്കിയിട്ടും എവിടെ അന്വേഷിച്ചിട്ടും കഴുതയെ മാത്രം കിട്ടുന്നില്ല. കഴുതയെ കാണാനില്ല. കഴുത അയാൾക്ക് പ്രിയപ്പെട്ടതാണ്. കഴുതയുടെ പുറത്ത് വെച്ചാണ് അയാൾ സാധനങ്ങൾ ചന്തയിൽ എത്തിച്ചിരുന്നത്. അതുകൊണ്ട് അനിവാര്യമാണ്, അദ്ദേഹത്തിൻ്റെ തൊഴിലിന് അത് അനിവാര്യമാണ്. അതില്ലാതെ മുമ്പോട്ട് പോവുക വളരെ ദുഷ്കരമാണ്. അതിനാൽ അതിനെ കൂടാതെ വീട്ടിലേക്ക് തിരിച്ചു പോവുക അയാളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായിരുന്നു. അതിനാൽ മറ്റൊരു വഴിയും കാണാതെ അയാൾ അവിടുത്തെ അധികാരിക്ക് പരാതി കൊടുത്തു. അപ്പോൾ അധികാരി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കാതെ, ഒരുപക്ഷെ താങ്കളുടെ കഴുത വഴിയിൽ എവിടെയെങ്കിലും കാണും. ചെന്ന് ഒന്നുകൂടി അന്വേഷിക്കും. നിരാശയോടെ കച്ചവടക്കാരൻ അധികാരിയുടെ വീട്ടിൽ നിന്നും മടങ്ങി. എന്നിട്ട് ചന്തയിൽ ചെന്ന് എല്ലാവരോടുമായി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ കഴുതയെ 1 ദിനാറിന് വിൽക്കാം. ആരെങ്കിലും അതിനെ തിരികെ തരികയാണെങ്കിൽ. ഇത് കേട്ട് ചന്തയിൽ കൂടി നിൽക്കുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 3-ാം നാൾ കച്ചവടക്കാരൻ ചന്തയിൽ വന്നതായിരുന്നു. അപ്പോഴുണ്ട് അയാളുടെ കഴുത തൊട്ടു മുമ്പിൽ നിൽക്കുന്നു. കഴുത തിരിച്ചു കിട്ടിയതിൽ കച്ചവടക്കാരൻ വളരെ സന്തോഷിച്ചെങ്കിലും ആ നിമിഷം അയാൾക്ക് തൻ്റെ പ്രതിജ്ഞ ഓർമ്മ വന്നു. പെട്ടെന്നെന്തോ ആലോചിച്ചതിന് ശേഷം കച്ചവടക്കാരൻ ഒരു പൂച്ചയെ തൂക്കിയെടുത്ത് അതിനെ കഴുതയുടെ പുറത്ത് ബന്ധിച്ചു. ശേഷം എല്ലാവരും കേൾക്കെ പറഞ്ഞു, 1 ദിനാറിന് കഴുതയെ വാങ്ങുന്നവർ 100 ദിനാറിന് പൂച്ചയെ കൂടി വാങ്ങേണ്ടതാണ്. രണ്ടും ഒരുമിച്ചല്ലാതെ ഞാൻ വിട്ടുതരില്ല. ഇത് കേട്ട് ചുറ്റും കൂടിയവർ ചിരിക്കാൻ തുടങ്ങി. ആ ചിരിശബ്ദം അടങ്ങുന്നതിന് മുമ്പ് കച്ചവടക്കാരൻ കഴുതയെ തെളിച്ച് വീട്ടിലേക്ക് നടന്നു. ഇത്രയുമാണ് കഥ. അപ്പോൾ എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇപ്പോഴും ഇത്തരം ചന്തകളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചന്തകളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ
രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് അവസാനിക്കുന്ന ചന്തകളുണ്ട്. മിക്കയിടത്തും ചന്തകളൊക്കെ അങ്ങനെ തന്നെയാണ്. മീനും പച്ചക്കറികളും പിന്നെ ചീപ്പും വട്ടിയും അങ്ങനെ ഒരു വീട്ടിനാവശ്യമായ അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ചന്ത. ഇപ്പോഴും ഉണ്ട് നമ്മുടെ പട്ടണങ്ങളിലായാലും നാട്ടിൻപുറത്തായാലും എല്ലാം ഈ ചന്തകൾ. മിക്കതും രാവിലെ തുടങ്ങും, ഉച്ചയൊക്കെ ആകുമ്പോൾ അവസാനിക്കും. അങ്ങനെയാണ്. അപ്പോൾ ആ കാഴ്ചകളിലോട്ടൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സൊന്ന് സഞ്ചരിക്കും. ഇന്ന് പെട്ടി ഓട്ടയിലും ട്രക്കുകളിലും മറ്റുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അന്ന് കഴുതപ്പുറത്തൊക്കെയാണ് അല്ലെങ്കിൽ കാളവണ്ടിയിലുമൊക്കെയാണ് അന്ന് സാധനങ്ങൾ എത്തിച്ചിരുന്നത്. കാലം മാറി അല്ലേ, ചിത്രങ്ങളും മാറി. അബ്ദുൾ വഹാബ് നല്ല ബുദ്ധിയുള്ള കച്ചവടക്കാരനാണ് എന്ന് ഈ കഥ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ കച്ചവടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആലോചിച്ചു പോയതാണ്. സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ചെന്നാൽ ഇതിനൊക്കെ ഓഫർ സാധനങ്ങൾ കാണും. സോപ്പാണെങ്കിൽ ഒരു 4-5 സോപ്പ് അങ്ങോട്ട് കൂട്ടിക്കെട്ടി വെച്ചിട്ട് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭമാണ്. സത്യം പറഞ്ഞാൽ വലിയ ലാഭമൊന്നും കാണത്തില്ല, വലിയ വ്യത്യാസമൊന്നും കാണില്ല. നമുക്ക് വീട്ടിലൊരു സോപ്പാണ് ആവശ്യമെങ്കിൽ നമ്മളൊരു 5-6 സോപ്പൊന്ന് വാങ്ങിക്കും, ഈ ലാഭം മോഹിച്ച്. അപ്പോൾ തന്നെ കച്ചവടക്കാരന് ലാഭമായി. നമ്മൾ ചിലപ്പോൾ ഈ സോപ്പ് കുറേ നാൾ എടുത്തിട്ടായിരിക്കും ഉപയോഗിച്ച് തീർക്കുന്നത്. അവർക്ക് ഒറ്റയടിക്ക് അത്രയും സോപ്പ് ഒരു കസ്റ്റമറുടെ തലയിൽ വെച്ച് കെട്ടാൻ സാധിച്ചു. സോപ്പ് മാത്രമല്ല, ബ്രഷുണ്ട്, ഇത് കണക്ക് ബിസ്ക്കറ്റുകൾ ഇത് കണക്ക് കെട്ടിവെച്ച് ഓഫറുകൾ കൊടുക്കാറുണ്ട്. അലക്ക് സോപ്പുകളും അലക്കുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉൾപ്പെടെ പലതും ഇത്തരം ഓഫറുകളായിട്ട് നമ്മുടെ മുന്നിൽ വരാറുണ്ട്. എല്ലാം കച്ചവടത്തിൻ്റെ പല പല തന്ത്രങ്ങൾ. നമ്മൾ മിക്കപ്പോഴും ഒക്കെ ആ തന്ത്രത്തിൽ വീഴാറുണ്ട്. ഒന്നും അതിനോട്ട് ഗണിച്ചും ഗുണിച്ചും ഒന്നും നോക്കാറില്ല. ഓഫറുകൾ കാണുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ പോലും നമ്മൾ അറിയാതെ വാങ്ങിച്ചു പോകും. അയ്യോ ഇത് കൊള്ളാമല്ലോ, ലാഭമാണല്ലോ. ഒരു തുക എഴുതിയിട്ട് അത് വെട്ടിയിട്ട് വേറെ തുക എഴുതും. ഇത്രയും രൂപ നിങ്ങൾക്ക് ലാഭിക്കാം. 250 രൂപയുടെ സാധനം നിങ്ങൾക്ക് 199 രൂപയ്ക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു തുക എഴുതി വെച്ചിട്ട് അത് വെട്ടിയിട്ട് 199 രൂപയെന്ന് എഴുതി വെക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചാടി വീണ് അത് വാങ്ങിച്ചിരിക്കും. അങ്ങനെയാണ് കച്ചവടം. കഥയുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഇടയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വായിച്ചതാണ്. മലയാളി യുവ സംരംഭകർ ലാബിൽ വജ്രം ഉണ്ടാക്കി. വജ്രം നിങ്ങൾക്കറിയാം അല്ലേ, ഖനനം ചെയ്തെടുക്കുന്നതാണ്. വലിയ കുന്നുകളും അല്ലെങ്കിൽ ഭൂമിയൊക്കെ തുരന്നകത്ത് ചെന്ന് വെട്ടിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ ഖനനം ചെയ്ത് എടുക്കുന്നതാണ് വജ്രം എന്ന് പറയുന്നത്. അതൊക്കെ പ്രകൃതിദത്ത വജ്രമാണ്. അതിന് വലിയ വില കൊടുക്കണം, വമ്പിച്ച വിലയാണ്. അപ്പോൾ ഈ പ്രകൃതിദത്ത വജ്രത്തിൻ്റെ 10-1 വില മതി ഈ ലാബിലുണ്ടാക്കിയ വജ്രത്തിന്. നമ്മുടെ കേരളത്തിലെ മലയാളികളായ യുവ സംരംഭകർ, അവരുടെ പേര് PR സായിരാജ്, മിഥുൻ അജയ്, മുനീർ മുജീബ്, ഇവർ 3 പേരും കൂടെയാണ് ഇപ്പോൾ ലാബിൽ ഇത് നിർമ്മിച്ചെടുത്തത്. പലരും പത്രത്തിലൊക്കെ വായിച്ചു കാണും. ഞാനൊന്നും വായിക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇതൊരു കച്ചവടം തന്നെയാണ്. അപ്പോൾ നമ്മൾ കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്ന വജ്രം, അതിൻ്റെ ഒരു 10-1 വില മാത്രം മതി ഈ ലാബിൽ നിർമ്മിച്ചെടുത്ത വജ്രത്തിന്. ആഭരണ വ്യവസായത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിവെക്കുന്ന ലാബ് ഗ്രോൺ ഡയമണ്ട് അത് യാഥാർത്ഥ്യമാക്കിയത് ഈ ആലപ്പുഴയിലുള്ള മൂവർ സംഘമാണ്. അപ്പോൾ അവരുടെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എലിക്സർ ജുവൽസ് എന്ന ബ്രാൻഡിൽ ഓൺലൈനിൽ ഇവർ വ്യാപാരവും തുടങ്ങി. US അടക്കമുള്ള വിദേശ വിപണിയിലാണ് കൂടുതൽ കച്ചവടം. അപ്പോൾ കേരളത്തിലടക്കം വിപണി ശൃംഖല മെച്ചപ്പെടുത്താനും അത് നിയന്ത്രിക്കാനും കൊച്ചിയിലും കൊല്ലത്തും ഓഫീസും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലാബിലാണ് ഇത് ഉണ്ടായതെങ്കിലും നിങ്ങൾ വിചാരിക്കും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വജ്രവുമായിട്ട് ഇതിന് വല്ല വ്യത്യാസമുണ്ടോ എന്നും മറ്റുമൊക്കെ ആയിരിക്കും ഇപ്പോൾ പലരും ചിന്തിക്കുന്നത്. പ്രകൃതിദത്ത വജ്രത്തിൻ്റെ അതേ നിലവാരവും ഗുണമേന്മയും ഉറപ്പുവരുത്തിയാണ് ഈ വിപണനം. അപ്പോൾ പ്രകൃതിയിൽ വജ്രം രൂപ കൊള്ളുന്നതിൻ്റെ ഓരോ ഘട്ടവും
ലബോറട്ടറിയിലേക്ക് പകർത്തിയാണ് കൃത്രിമ വജ്രനിർമ്മാണം. ആകൃതി, ഗുണങ്ങൾ എന്നിവ ഇഷ്ടാനുസരണം ക്രമീകരിക്കാം. കാർബൺ വജ്രമാകുന്നതിനുള്ള ഉയർന്ന ചൂടും മർദ്ദവും ലാബിൽ ഒരുക്കും. ലാബിൽ 1500 മുതൽ 1800 ഡിഗ്രി ചൂട് കാർബണിന് നൽകും. 5 മുതൽ 8 ആഴ്ച വരെ 1500 ഡിഗ്രിക്ക് മുകളിൽ താപനിലയിലും ഉയർന്ന മർദ്ദത്തിലും കാർബൺ കടത്തിവിടുന്നതാണ് രീതി. 10 സെന്റ്, അതായത് 0.01 ഗ്രാം കാർബണിൽ നിന്ന് 40 കാരറ്റ് 8 ഗ്രാം വജ്രം ഉൽപ്പാദിപ്പിക്കാം. പ്രകൃതിദത്ത വജ്രത്തിൻ്റെ 10-1 വില മാത്രമേ ഇതിന് വരൂ. അപ്പോൾ സാധാരണക്കാർക്ക് വജ്രം വില കുറച്ച് വാങ്ങാൻ കഴിയുന്ന രൂപത്തിൽ യഥാർത്ഥ വജ്രത്തിൻ്റെ ഗുണമേന്മയും പരിശുദ്ധിയും നിലനിർത്തിയാണ് ഇവർ നിർമ്മിക്കുന്നത് ഇത്. അപ്പോൾ ഇവരുടെ സൗഹൃദം സ്കൂൾ കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു സൗഹൃദം രൂപപ്പെടുകയും വികസിക്കുകയും അത് ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പിൽ വന്നു നിൽക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി അങ്ങനെ അവർ വിജയിച്ചു. ഇപ്പോൾ ഒരു വജ്രം നിർമ്മിച്ചു, അവരുടെ ലാബിൽ വജ്രം നിർമ്മിച്ചു. ഇപ്പോൾ വിൽപ്പനയിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രകൃതിദത്ത വജ്രം 1 കാരറ്റിന് 5 ലക്ഷം രൂപയാണ് വിലയെങ്കിൽ ലാബിൽ നിർമ്മിച്ച വജ്രത്തിന് 50,000 രൂപയെ വരൂ. ഇതിൻ്റെ ഫാക്ടറി എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ് ഇതിൻ്റെ ഫാക്ടറി. അപ്പോൾ വജ്രത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് IGI നൽകുന്ന സർട്ടിഫിക്കറ്റും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അന്നും ഇന്നും കച്ചവടക്കാർക്ക് പെട്ടെന്നാണ് അഭിവൃദ്ധി. അതെല്ലാ പ്രദേശത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. അറബിയയിലായാലും ഇന്ത്യയിലായാലും കച്ചവടക്കാർ പെട്ടെന്ന് സമ്പന്നരാവുകയും അതിനൊക്കെ തന്നെ ചിലപ്പോൾ നിലം പതിക്കുകയൊക്കെ ചെയ്യും. കച്ചവടം അങ്ങനെയാണല്ലോ. എന്തായാലും അത്തരത്തിൽ നമ്മൾ ആദ്യം ഒരു കച്ചവടത്തിൻ്റെ കഥ കേട്ടു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടത്തിൻ്റെ കഥയും ഞാൻ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുള്ള സമയമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നിങ്ങളുടെ സമയത്തിന് നന്ദി, നമസ്കാരം. തൽക്കാലം വിടവാങ്ങുന്നു. ബോണി.